Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശമനുസരിച്ച് അങ്കമാലിയിൽ പൊതുജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് ആവശ്യമായ ചർച്ചകൾക്കായി ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. അങ്കമാലി നഗരസഭയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് ജനകീയ സദസ്സ് നടത്തിയത്. യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഗ്രാമങ്ങളിലേക്ക് പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി അങ്കമാലി നിയോജക മണ്ഡലത്തിലെ ജനകീയ സദസ് നഗരസഭ കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പേഴ്സ്, ബ്ലോക്ക് പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത്, അതുപോലെ തന്നെ പ്രസിഡന്റ്സ് അസോസിയേഷൻ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, MLA റോജി എം ജോൺ സദസ് ഉദ്ഘാടനം ചെയ്തു. പല ഭാഗങ്ങളിലും നമുക്കറിയാം, നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഉൾപ്രദേശങ്ങളെന്നല്ല, ചിലപ്പോൾ പ്രധാനപ്പെട്ട പഞ്ചായത്ത് റോഡുകളോ അല്ലെങ്കിൽ മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളില്ലാത്ത റൂട്ടുകളോ ഒക്കെ വഴി പുതിയ സർവീസുകൾ ആരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLA-യുടെ അടുത്തും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അടുത്തും ചെയർമാന്റെ അടുത്തും അതുപോലെ തന്നെ ATO-യുടെ അടുത്തും RTO-യുടെ അടുത്തും ഒക്കെ നിരന്തരമായിട്ട് നിവേദനങ്ങൾ പലതും വരാറുണ്ട്. പലപ്പോഴും KSRTCയെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ റൂട്ടുകളിലും പുതിയ സർവീസുകൾ ലഭ്യമാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ പ്രയാസങ്ങളുണ്ട്. KSRTC അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാധീനതകളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നമ്മളൊക്കെ ദൈനംദിനം വാർത്തകളിലൂടെ വായിച്ചും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന റൂട്ടുകൾ പോലും പലതും ഓടിക്കുവാനായിട്ട്, സർവീസ് നടത്താനായിട്ട് KSRTCക്ക് സാധിക്കാത്ത സാഹചര്യമുണ്ട്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി നടപ്പിലാക്കുന്നത്. ജനകീയ സദസ്സിൽ റൂട്ടുകളെ സംബന്ധിച്ച നിർദ്ദേശങ്ങളും നൽകി. ജനപ്രതിനിധികൾ, പോലീസ്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, KSRTC തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ പ്രതിനിധികൾ ജനകീയ സദസ്സിൽ പങ്കെടുത്തു. ഈ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി സാധ്യമാകുക എന്ന് പറയുന്നത് ഒരാള് ആലുവയിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ എറണാകുളത്തിന് പോകാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഒരു പൊതുഗതാഗത സംവിധാനം അയാൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ റോഡുകളിലേക്ക് ചെറുവാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, ചെറിയ കാറുകൾ ഉൾപ്പെടെയുള്ളത് വരാതിരിക്കുകയുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ബസ് സർവീസ് പലതും ഇപ്പൊ പുറകോട്ടടിയ എന്ന് പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റൂട്ട് കർട്ടൈൽമെന്റ്. അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ അവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ആളുകൾ പല ചെറിയ ട്രിപ്പുകൾ കർട്ടൈൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ സ്വന്തം വാഹനങ്ങളിലേക്ക് മാറാനുള്ള ഒരു ത്വര വളർന്നു വരും. ആ സ്വന്തം വാഹനങ്ങളിലേക്ക് മാറാനുള്ള ത്വര മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുക എന്ന് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് രാത്രി സർവീസുകൾ KSRTC സ്റ്റേ ബസ്സുകൾ നിർത്തി കളഞ്ഞിരിക്കുന്നു. നമ്മുടെ അങ്കമാലിയിൽ നിന്ന് രാത്രി 9:30 പുറപ്പെടുന്ന മുക്കന്നൂർ വഴിയുള്ള ഒലിവുമൗണ്ട് KSRTC ബസ് സർവീസ് കോവിഡ് മുതൽ നിലച്ചിട്ടുള്ളതാണ്. വീണ്ടും ആദിശങ്കരനാഥായ കാലയിൽ വരികയും വീണ്ടും 2 മണിക്ക് വീണ്ടും തിരിച്ചുപോയി അത് ഫോർട്ട് കൊച്ചിയിൽ അവസാനിക്കുന്ന ഒരു നല്ല റൂട്ടായിരുന്നു. ഒരുപാട് ജനപങ്കാളിത്തം അതിലുണ്ടായി, നല്ല കളക്ഷനുമായിരുന്നു. ബഹുമാനപ്പെട്ട ചെയർമാൻ വീടിന്റെ പടിക്കൽ നിന്നാണ് നേരിട്ട് DCC ഓഫീസിൽ പോയിട്ടിരുന്നത്. അസോസിയേഷന്റെ ഭാരവാഹികളാണ് ഞങ്ങൾ. ഇരിക്കുമ്പോൾ അപേക്ഷ തന്നിട്ടുണ്ട്, വിശദീകരിച്ചെല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഇത് MLAക്ക് നേരിട്ട് ഞങ്ങൾ പാസഞ്ചേഴ്സ് കുറവും. പിന്നെ രണ്ടാമത്തെ റീസൺ അവർ പറഞ്ഞത് കിഴക്കേപ്പള്ളിയിൽ നിന്ന് വാപ്പാശ്ശേരിക്ക് എൻറ്റർ ചെയ്യുന്ന അവിടെ തന്നെ കുപ്പിക്കഴുത്തായതുകൊണ്ട് ട്രാൻസ്പോർട്ട് ബസ് വലുത്, നമുക്കറിയാം ട്രാൻസ്പോർട്ട് ബസ്സിന്റെ വലിപ്പം നിലനിൽക്കണമെങ്കിൽ യാത്രക്കാർ വേണം. കാലത്തും വൈകിട്ടും മാത്രം യാത്രക്കാരുണ്ടായാൽ സാധിക്കില്ല. ഒരു ബസ് സർവീസ് നടത്തുമ്പോൾ അതിന്റെ നിയമചട്ടങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമാണ് സർവീസ് നടത്തുവാൻ സാധിക്കൂ. ബസ് സ്റ്റാൻഡിലേക്കുള്ള അവിടെ പലരും ഇരിപ്പുണ്ട്. അതുകൊണ്ട് പ്രവേശന കവാടവും പുറത്തേക്ക് ഇറങ്ങുന്നത് കൃത്യമായി പാലിക്കാൻ സ്വകാര്യ ബസ്സുകൾക്ക് കർശന നിർദ്ദേശം കൊടുക്കണം. അപകടത്തിന് സാധ്യതയുണ്ട്. റോഡ് ആരംഭിക്കുന്ന മീഡിയത്തില് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, റിവോൾവിംഗ് ക്യാമറ. ആ റിവോൾവിംഗ് ക്യാമറ അവിടെ വെച്ചതുകൊണ്ട്
ആ ഭാഗത്തുള്ള വ്യാപാരികളിലേക്ക് കയറി വരുന്നവർക്ക് സാധനങ്ങൾ ഇറക്കാൻ വരുന്ന വണ്ടികൾ 3 മിനിറ്റ് കൂടുതൽ നിർത്തിയാൽ ഫൈൻ അടിക്കും. അറിയിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടിംഗ് സംവിധാനമാണ് കൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ പോകുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ശക്തമായ ഇടപെടൽ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് പഞ്ചായത്തിന് വേണ്ടി അതുപോലെ തന്നെ ഈ വലിയ ബ്ലോക്ക് കൂടുന്ന അത് വണ്ടിയായിട്ട് ശ്രമിച്ചു നാട്ടുകാരുടെ ഒരു പ്രതിഷേധം കൊണ്ട് അത് തടയുകയാണ് ചെയ്തത്. കഴിഞ്ഞ 3 പ്രാവശ്യവും തടഞ്ഞു. പ്രശ്നമുണ്ടാവാം, അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തി ബസ് ഈ രീതിയിൽ ചുറ്റിക്കറങ്ങി പോകണം. പിന്നെ നിരവധി കാര്യങ്ങളുണ്ട്, അത് എഴുതി തരാൻ സമയം അത് കിമിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നതുകൊണ്ട് പരിഹരിക്കണം. ഈ LF-ന്റെ മുമ്പിൽ 3 ഓട്ടോ സ്റ്റാൻഡുണ്ട്. അത്രയും ഓട്ടോ സ്റ്റാൻഡുകൾ വേണോ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. അങ്കമാലി റൂട്ട് കുറേയധികം ബസ്സുകൾ വരുന്നു. അതൊക്കെ ഇവിടെ KSRTC പേരിൽ മുമ്പിൽ അവസാനിപ്പിച്ച് ഈ ബസ്സിലൊക്കെ അങ്ങാടിക്കട പോകുന്നത്. ഈ അങ്ങാടിക്കടവ് ആ ജംഗ്ഷൻ റോഡില് പ്രൈവറ്റ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്. അത് പലതര ഗുരുതരങ്ങള് അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പാർക്കിംഗ് ഒന്ന് ഒഴിവാക്കി യാത്ര സ്കൂളിൽ ബസ് ഇറങ്ങിയിട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. രാത്രികാലങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്, യാത്രാ സൗകര്യങ്ങളില്ല. അപ്പൊ അതിനൊരു KSRTC ബസ് സ്റ്റോപ്പ് അനുവദിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അഭിപ്രായങ്ങൾ വിലയിരുത്തി യാത്രാക്ലേശമുള്ള റൂട്ടുകൾ കണ്ടെത്തി പട്ടികയും വിശദ റിപ്പോർട്ടും ഓരോ റൂട്ടിനും വേണ്ടി RTO തയ്യാറാക്കി. ബസ് സർവീസുകൾ ഇല്ലാത്ത റൂട്ടുകളിൽ പുതിയ ബസ് പെർമിറ്റുകളുടെ അനുമതിക്കായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അവസരമുണ്ടായി. രാവിലെ വൈകുന്നേരം ഉണ്ട്, വ്യാഴാഴ്ച മാത്രം. വ്യാഴാഴ്ച പള്ളിയിലെ തിരക്ക് കാരണം വ്യാഴാഴ്ച മാത്രം ഉച്ചയ്ക്ക് ഒരു അഡീഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു സ്വാഗതം പറഞ്ഞ ബഹുമാനായ എറണാകുളം RTO ശ്രീ ഷെഫീഖ് സാറിനെ നന്ദി പറയുന്നു. സബ്ജക്ട് എക്സ്പെർട്ടായി വന്ന RTO സാദിഖ് അലി സാറിന് ഞാൻ പറയുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സദസ്സാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. പൊതുഗതാഗത സംവിധാനം പരമാവധി ജനോപകാരപ്രദമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, വിവിധ സംഘടനകൾ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവർക്കും അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് ഇതിനെ മോട്ടോർ വാഹന വകുപ്പ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് അങ്കമാലിയിൽ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും നമുക്ക് പൊതുഗതാഗത സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് KSRTC ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ, പുതിയ റൂട്ടുകൾ, ഏറ്റവും ഉൾപ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ പുതിയ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി നിർദ്ദേശങ്ങൾ, ഒപ്പം ഗതാഗത കുറിപ്പുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഉയർന്നു വന്ന നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ ക്രോഡീകരിച്ച് അതിൻ്റെ ഫീസിബിലിറ്റിയൊക്കെ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നത്.